ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും കൊടിമരവും അഷ്ടദിക്പാലകരും ഉൾപ്പെടെ ശബരിമല സന്നിധാനത്ത് തങ്കത്തിൽ തീർത്തതെല്ലാം ദൈവതുല്യനും സംഘവും തട്ടിയെടുത്തു. കേരളത്തെ ഞെട്ടിച്ച തീവെട്ടിക്കൊള്ളയിൽ റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ടത് നിർണായക തെളിവുകൾ. 2017 ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്ത് കൊടിമരം പൊളിച്ചു പണിതതിലെ ക്രമക്കേടുകളാണ് പുതിയ ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു. അടിഭാഗം ചിതലരിച്ചെന്ന ന്യായം പറഞ്ഞു മാറ്റിയ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഒപ്പം കൊടിമരത്തിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവർക്ക് കൈമാറിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും ചേർന്നെന്നും തെളിവുകൾ. ഇതോടെ കൊടിമരത്തിൽ നിന്നും കാണാതായ അഷ്ടദിക്പാലകർ എവിടെയെന്ന ചോദ്യത്തിനും പ്രസക്തിയേറി. രാഷ്ട്രീയ വിവാദം ശക്തമായതോടെ വിശദീകരണവുമായി അജയ് തറയിൽ തന്നെ രംഗത്തെത്തി. താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് ന്യായീകരണം. വാജിവാഹനം ലോകമാണെങ്കിൽ ആചാര്യനും, മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും, കല്ലാണെങ്കിൽ ആറ്റിലൊടുക്കണമെന്നുമാണ് താന്ത്രിക വിധി പറഞ്ഞിട്ടുള്ളത്. ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ മറ്റൊരു അംഗമായ രാഘവനും കൂടി ഇത് തന്ത്രി ഏൽപ്പിച്ചു. 4 നേതാക്കൾ അറസ്റ്റിലായതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിരോധത്തിലായ CPIM ചിത്രങ്ങൾ ആയുധമാക്കി UDFനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നോക്കം പോകുന്നത് എന്തെന്ന് ചോദിച്ച മന്ത്രി MB രാജേഷ് KC വേണുഗോപാൽ മന്ത്രിയായിരിക്കെയാണ് പോറ്റി ശബരിമലയിൽ കയറിയതെന്നും പറഞ്ഞുവെച്ചു. എന്നാൽ 2007 ഇടതു സർക്കാരിന്റെ കാലത്താണ് പോറ്റി ശബരിമലയിൽ എത്തിയതെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മറുപടി. പോറ്റി കയറിയത് 2004 അന്നത്തെ ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണ്. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളെ ഗവൺമെന്റ് ഉള്ളപ്പോൾ അല്ല, 2007 ആ തീരുമാനം ആരെടുത്തു? പത്മകുമാറല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിലല്ലേ. ആ തീരുമാനം എടുത്ത വ്യക്തി ഇപ്പോഴും പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്, പാർട്ടി സ്ഥാനത്ത് നിൽക്കുകയാണ്. കൊടിമരം മാറ്റിയതിലും ക്രമക്കേടോ?